സാറേ, ബരാക് ഒബാമ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഹോളിവുഡ് ആക്ട്രസുമായിട്ട് പ്രണയത്തിലാണ്. അതുകൊണ്ട് തന്നെ മിഷേൽ ഒബാമ ഇട്ടേച്ചു പോകാൻ പോകുന്നു. വാസ്തവമുണ്ടോ? ഈ ജെന്നിഫർ അനിസ്റ്റൺ ഫ്രണ്ട്സ് ഇതിൽ അഭിനയിച്ച് വളരെ പ്രശസ്തിയായിട്ടുള്ള ആളാണ്, പാട്ടുകാരിയുമാണ്. ഇവരുമായിട്ട് ജെന്നിഫർ അനിസ്റ്റണുമായിട്ട് കുറേ വർഷങ്ങളായി തന്നെ പ്രണയത്തിലാണ് ബരാക് ഒബാമ എന്നാണ് സുഹൃത്തുക്കൾ വെളിപ്പെടുത്തുന്നത്, മാധ്യമങ്ങളിലുമൊക്കെ വരുന്നത്. മാധ്യമങ്ങളിൽ കുറേ കാലമായിട്ട് വരുന്നെങ്കിലും അടുത്തിടെ ഇവരുടെ സുഹൃത്ത് വലയത്തിലുള്ള ഒരാൾ പറഞ്ഞ വിവരം എന്ന് പറഞ്ഞിട്ട് എക്സിൽ കുറച്ച് കാര്യങ്ങൾ വന്നിരുന്നു. അങ്ങനെയാണ് ഇത് വീണ്ടും ചർച്ചയാകുന്നത്. മറ്റേവരാണെങ്കിൽ ഇപ്പോൾ ഈ ട്രംപിൻ്റെ ട്രംപിനെ അവർക്ക് ഇഷ്ടമല്ല, അതിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഇനോഗ്രേഷന് പഴയ പ്രസിഡന്റും ഭാര്യയൊക്കെ അല്ലേ, അവർ ഡെമോക്രാറ്റ്സ് ആണ്, റിപ്പബ്ലിക്കൻ ആണ്, ഇഷ്ടമല്ല. എന്നാലും സാധാരണഗതിയിൽ അവിടെ ഒരു മര്യാദയുടെ പേരിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കാർട്ടർ മരിച്ചില്ലേ, 100 വയസ്സിൽ, ഡെമോക്രാറ്റ് ആണല്ലോ. ആ മറ്റേ വിലാപയാത്രയിലോ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളിലോ ഒന്നും മിഷേൽ ഒബാമ പങ്കെടുത്തില്ല. ഒബാമ പങ്കെടുത്തിരുന്നു. മിഷേൽ പങ്കെടുക്കാതെ അവരുടെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടി. അപ്പോൾ ഇത് അവർ നിഷേധിക്കുന്നൊന്നുമില്ല, ഇയാൾക്ക് ഇങ്ങനെ പ്രണയം ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും അവരുടെ പ്രതികരണമൊന്നും വന്നില്ല. പക്ഷേ അവർ മറ്റേ വിവാഹമോചനത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ് വാർത്തകൾ. അപ്പോൾ പത്രപ്രവർത്തക മെഗിൻ കെല്ലി, മെഗിൻ കെല്ലിയുടെ ഷോ എന്ന് പറഞ്ഞിട്ട് ടി വിയിൽ വരുന്നുണ്ട്. ഇത് സത്യമാണോ എന്നറിയില്ല. ഇത് സത്യമാണെങ്കിൽ അമേരിക്കയുടെ കാര്യം ഇരിക്കട്ടെ, ഡെമോക്രാറ്റ് പാർട്ടിയുടെ അകത്ത് വലിയ ഭൂകമ്പമായിരിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. വലിയ ടി വി ഷോയൊക്കെ നടത്തുന്ന പത്രപ്രവർത്തകയാണ് അവർ. പിന്നെ ഈ പറഞ്ഞ പോലെ ജിമ്മി കാർട്ടറിൻ്റെ സംസ്കാരം ഇല്ലേ, അതിൽ മിഷേലില്ല. പിന്നെ ട്രംപിൻ്റേത് മിസ് ചെയ്യും എന്നുള്ളത് അവർ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം അവർ ഹവായിൽ അന്ന് ഒബാമ സെനറ്ററായിരുന്നു. ഹോളിവുഡിൻ്റെ ഒരു വലിയ ചടങ്ങിൽ വെച്ചിട്ടാണ് അന്ന് സെനറ്ററായിരുന്ന ഒബാമ വരികയും ഇവർ തമ്മിൽ കാണുകയും ചെയ്തതെന്നാണ് പറയുന്നത്. 2013 നാഷണൽ എൻക്വയറർ എന്ന് പറഞ്ഞ പത്രത്തിൽ ഈ അനിസ്റ്റണെ പറ്റി, ഈ പ്രണയത്തിനെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷേ ഈ കാമുകി ജെന്നിഫർ അനിസ്റ്റൺ ആണെന്ന് ആ വാർത്തയിൽ പറഞ്ഞിരുന്നില്ല. ഈ ഒബാമയ്ക്കൊരു പ്രണയം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ കൊല്ലം ടാബ്ലോയിഡുകളിലൊക്കെ ഇത് വിപുലമായിട്ട് വരാൻ തുടങ്ങി. ഈ കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ ജെന്നിഫർ ഇൻ ജിമ്മി കിമ്മൽ ലൈവ്, ജിമ്മി കിമ്മലിൻ്റെ ഷോ, ജിമ്മി കിമ്മൽ ഷോ ടെലിവിഷൻ, അതിൽ ചോദിച്ചു, ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ജെന്നിഫർ അനിസ്റ്റണോട് ചോദിച്ചു. ഞാൻ അപ്സെറ്റൊന്നും ആകാറില്ല, കാരണം അത് അടിസ്ഥാനരഹിതമാണല്ലോ എന്ന് പറഞ്ഞ ഒരു വഴിയാണ് ചെയ്തത് അതിൻ്റെ അകത്ത്. പിന്നെയും ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ ജെന്നിഫർ ഹഡ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ഗായികയുടെ ഷോയിൽ മിഷേൽ വന്നിരുന്നു. പിന്നീട് മിഷേൽ ഒബാമ, ഈ ജെന്നിഫർ അനിസ്റ്റൺ വേറെ, ജെന്നിഫർ ഹഡ്സൺ വേറെ. ജെന്നിഫർ ഹഡ്സൺ ഒരു ഗായികയാണ്. അവരുടെ ഷോയിൽ മിഷേൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തി ചോദിക്കുമ്പോൾ ഒരുപാട് നീട്ടി പറഞ്ഞില്ല. അദ്ദേഹം കഠിനാധ്വാനിയാണല്ലോ, ഇപ്പോഴും വലിയ അധ്വാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു അതിലെ വർത്തമാനം. ഒരുപാട് വിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഷിക്കാഗോയിൽ ഒബാമ പ്രസിഡൻഷ്യൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കേന്ദ്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു മ്യൂസിയവും ലൈബ്രറിയുമാണ്. അപ്പോൾ ഈ കഠിനാധ്വാനിയാണെന്ന് പറയുമ്പോൾ ഒരു പണി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം അധ്വാനമൊക്കെ ഉണ്ട്. ഹവായിൽ ഒന്നിച്ചാണ് ക്രിസ്മസ് കൊണ്ടാടുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് അങ്ങനെയാണോ എന്നറിയില്ല, കാരണം ഹവായിലാണ് ഇപ്പോഴും മിഷേൽ ഉള്ളത്. മിഷേലിൻ്റെ കൂടെ ഒബാമയില്ല, ഒബാമയുടെ സ്ഥലമാണത്. ഇവരൊന്നിച്ച് നിയമം പഠിച്ചവരാണ്. അങ്ങനെ സഹപാഠികളായിരുന്നിട്ട് പ്രണയത്തിലായി വിവാഹം ചെയ്തതാണ്. മിഷേലിന് 61 വയസ്സായി. അവിടെ നിന്ന് ഈ മറ്റേ ഹവായിൽ നിന്ന് ഈ പറഞ്ഞ പോലെ കാർട്ടറുടെ സംസ്കാരത്തിന് വന്നില്ല. ഒബാമ ട്രംപിൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു താനും. ആ ചടങ്ങിൽ ഒബാമ ട്രംപിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ബൈഡൻ്റെ 2021 ചടങ്ങിന് ട്രംപും പോയിരുന്നില്ല. മറ്റേ
അയാളല്ല പ്രസിഡന്റ്, ഞാനാണ് യഥാർത്ഥ തർക്കം പ്രസിഡന്റ് എന്ന് ഉണ്ടായിരുന്ന പറഞ്ഞിരിക്കുന്ന സമയത്ത്. കാലമല്ലേ. അതെ അതെ. പോയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട് എന്ന് കരുതാം. 1989 ഇവർ ഒരു ഷിക്കാഗോ നിയമ ലോ ഫേമിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്, ഒബാമയും മിഷേലും. കാർട്ടറുടെ ഈ സംസ്കാരത്തിൽ പങ്കെടുക്കാത്തത് പ്രശ്നമാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ലോങ്ങസ്റ്റ് സർവിങ് എന്ന് പറഞ്ഞാൽ 100 വയസ്സായതുകൊണ്ടേ ഏറ്റവും കൂടുതൽ പ്രസിഡൻ്റായിട്ട് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ആളാണ്. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ആളാണ്, ഡെമോക്രാറ്റാണ്. 2018 ബുഷിൻ്റെ ഇതിന് സംസ്കാരത്തിന് ഇവർ മിഷേൽ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ $70 മില്യൺ അസറ്റ് ഇവർക്കുണ്ട് എന്നാണ് കരുതുന്നത്. ഓാഹു എന്ന് പറഞ്ഞ ദ്വീപിൽ ഈ കടൽ തീരത്തിനോട് ചേർന്ന് ഒരു വില്ല പണിതുകൊണ്ടിരിക്കുകയാണ് ഈ ഒബാമ കുടുംബം. 2 സ്വിമ്മിംഗ് പൂൾ ഉള്ളതാണ് ഈ വില്ല. ആ സ്ഥലം. വാഷിങ്ടൺ, ഷിക്കാഗോ, മാർത്താസ് വൈനാഡ്, അവിടെയൊക്കെ വില്ലകളുണ്ട് അവർക്ക്. 2022 ഒരു TV ചർച്ചയിൽ ഈ മിഷേൽ ഒബാമയെ പറ്റി പറഞ്ഞിരുന്നു. ഞാൻ 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് 1 ദശകത്തോളം മറ്റേ ബറാക്കിനെ വെറുത്തിരുന്നു എന്ന് മിഷേൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും അവൈലബിളാണ്. സാറേ, ഇടയ്ക്ക് ഈ നമുക്ക് ജോ ബൈഡനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല എന്നൊരു സമ്മർദ്ദമൊക്കെ ഉണ്ടായി. ഈ കമലാ ഹാരിസ് വരുന്നതിന് ഇടയിൽ കേട്ടൊരു പേര്, ഈ മിഷേൽ ഒബാമയെ പ്രസിഡന്റ് വേണമെങ്കിൽ ആക്കാം, അല്ലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാം. അപ്പം ഈ ബറാക്ക് ഒബാമയും മിഷേലും തമ്മിൽ അങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നെങ്കിൽ, അകൽച്ച ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ശ്രമത്തിന് ഈ ഒബാമ തയ്യാറാകുമായിരുന്നോ? എങ്ങനെ? അതായത് ഈ കമലാ ഹാരിസിനെ സജസ്റ്റ് ചെയ്തതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഈ ജോ ബൈഡന് പകരം നമുക്ക് മിഷേലിനെ കൊണ്ടുവരാം സ്ഥാനാർത്ഥിയാക്കാൻ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് മറ്റേ കമലാ ഹാരിസിന് പകരം കൊണ്ടുവരാവുന്ന സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ മിഷേലിന്റെ പേരും ഒക്കെ വന്നിരുന്നു. അതായത് ചിലപ്പോൾ ഒബാമയ്ക്ക് അന്നേരം അടുപ്പമില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സജഷൻ ഉണ്ടാകുമായിരുന്നോ എന്നാണ് ചോദിച്ചേ. അതായത് ഇവര് തമ്മിൽ അകന്നിരിക്കുകയാണെന്നുള്ളൊരു തോന്നൽ കുറെ കാലമായിട്ടുണ്ടല്ലോ അവിടെ. കാരണം ഈ പ്രണയത്തിന്റെ ഗോസിപ്പുകൾ ഭയങ്കരമായിട്ട് ഇപ്പൊ രൂക്ഷമാണ്. ഗോസിപ്പുകൾ മുമ്പും ഉണ്ട്. മിഷേലിന് അതല്ലാതെ തന്നെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ സ്വന്തം നിലയ്ക്ക്. അതെ, ഒരു സ്ത്രീക്ക് പകരം വേറൊരു സ്ത്രീ എന്ന് ആലോചിക്കുമ്പോഴാണ് മിഷേൽ വന്നത് അങ്ങനെ വരുന്നത്. ഹിലരിയുടെ ഒക്കെ തീർന്നാണല്ലോ. അതെ അതെ. അപ്പോൾ ഇനി എന്തായാലും ഇതൊരു വലിയ ചൂടൻ വിഷയമായി തന്നെ കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോകുന്ന ഉറപ്പാണ്. ഇപ്പം നല്ല ചൂടൻ വിഷയമാണിത്. നമുക്ക് നോക്കാൻ എന്ത് സംഭവിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.